പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. ഞാൻ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മകുൽസു ചക്കച്ചൻ. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസപരമായും കാർഷികപരമായും കായികപരമായും ശുചിത്വപരമായും വിശിഷ്യ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് നിലവിലുള്ളത്. പഞ്ചായത്തിനെ പരിചയപ്പെടൽ. ഭൂപ്രകൃതി. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്ക് മങ്കട ബ്ലോക്കിൽ പുഴക്കാട്ടിരി വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്ന 22.69 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള ഭൂപ്രദേശമാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. അമ്മിനിക്കാടൻ മലയിൽ നിന്നാരംഭിച്ച് കടലുണ്ടിപ്പുഴയിൽ പതിക്കുന്ന പഞ്ചായത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ചെറുപുഴയാണ് പ്രധാന കാർഷിക ജലസ്രോതസ്. പഞ്ചായത്തിലെ എല്ലാ തോടുകളും ചെറുപുഴയിലാണ് വന്നുചേരുന്നത്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശം പാലൂർ കോട്ടയാണ്. ചരിത്രം. സ്വാതന്ത്ര്യസമര കാലത്ത് ഇതിന്റെ ചെറിയ അനുരണനങ്ങൾ ഇവിടെയുമുണ്ടായി. MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും പേരെടുത്തു പറയപ്പെടേണ്ടവരാണ്. MP നാരായണ മേനോൻ. മുതൽപുരയിടത്ത് പടിഞ്ഞാറക്കരയിൽ നാരായണ മേനോൻ 1887 മാർച്ച് 23 കട്ടിലശ്ശേരിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പാരമ്പര്യമായി വള്ളുവനാട് രാജാവിന്റെ സൈനികരായിരുന്നു. മികച്ച വിദ്യാഭ്യാസം ലഭിച്ച അദ്ദേഹം പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയിൽ വക്കീലായി പരിശീലനം തുടങ്ങി. അദ്ദേഹത്തിന്റെ കക്ഷികൾ സാധാരണക്കാരായ മാപ്പിള മുസ്ലിം കുടിയാന്മാരായിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ കുടിയാന്മാരെ സംഘടിപ്പിക്കുവാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സഹായത്തോടെ കുടിയാൻ സങ്കട നിവാരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ഉൾനാടുകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേശീയ തലത്തിൽ ആരംഭിച്ച ഖിലാഫത്ത് പ്രക്ഷോഭം ഈ മേഖലയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് കലാപത്തിന്റെ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം അതിയായി പ്രവർത്തിച്ചു. മലബാർ പോലീസ് സൂപ്രണ്ട് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിൽ 24 പേരിൽ നാരായണ മേനോൻ എന്ന ഒരു ഹിന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാപ്പപേക്ഷ നൽകിയാൽ വിടുതൽ തരാമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ശാസന അദ്ദേഹം തള്ളുകയും നീണ്ട 13 വർഷ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1921 മുതൽ 1934 വരെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള ഒരു ആനുകൂല്യവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 1966 MP നാരായണ മേനോൻ അന്തരിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. 1879 കരിഞ്ചാപ്പാടിയിലെ മണക്കാട്ട് വാക്കത്തൊടി വീട്ടിലാണ് മുഹമ്മദ് മൗലവിയുടെ ജനനം. കട്ടിലശ്ശേരിയിലുള്ള അമ്മാവന്മാരുടെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. വെല്ലൂരിലെ ബാക്കിയാത്തു സ്വാലിഹാത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മത ഉപരിപഠനം. ഇവിടത്തെ നിത്യസന്ദർശകരായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായുള്ള ബന്ധം അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകനാക്കി. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം MP-യുടെ പ്രധാന കൂട്ടുകാരനായിരുന്നു. MP-യുമായി ചേർന്ന് നാട്ടിൽ കുടിയാന്മാരെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഖിലാഫത്ത് സമരത്തിൽ സമരം അക്രമത്തിലേക്ക് വഴുതിപ്പോവാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. തുടർന്ന് അറസ്റ്റ് വാറന്റിന് പിടികൊടുക്കാതെ മൗലവി ഒളിവിൽ പോയി. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം നാട്ടിൽ പുണർപ്പയിൽ മുക്തബത്തുൽ സുമിയ എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. 1937 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കട്ടിലശ്ശേരി വൈസ് പ്രസിഡന്റും K. കേളപ്പൻ പ്രസിഡന്റുമായി. 1943 ആഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചു. പഞ്ചായത്ത് രൂപീകരണവും ഭരണസമിതികളും. പുഴക്കാട്ടിരി ഒരു പഞ്ചായത്തായി നിലവിൽ വന്നത് 1961 പ്രഥമ ഭരണസമിതി നിലവിൽ വന്നത് 1964. ഭരണസമിതിയുടെ പ്രഥമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു. ആൽപ്പാറ ചക്കപ്പുണ്ണി, KP കമ്മദ് ഹാജി, മാമ്പ്ര അബ്ദുള്ള ഹാജി, KP കുഞ്ഞിക്കോയ, കല്ലറാംകുന്നത്ത് ചാത്തു, M. ദേവകി, കക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്നിവരായിരുന്നു ആദ്യത്തെ ഭരണസമിതി. 1969 ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി രാജിവെച്ച ഒഴിവിൽ ആൽപ്പാറ ചക്കപ്പുണ്ണി എന്ന മാനു പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് KP കുഞ്ഞിക്കോയ പ്രസിഡന്റായി. 1979 രണ്ടാം ഭരണസമിതി നിലവിൽ വന്നത് മുസ്ലിം ലീഗിൽ നിന്നുള്ള CK അബൂ സാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു. പഞ്ചായത്തിലെ മൂന്നാമത്തെ ഭരണസമിതി അധികാരത്തിൽ വന്നത് 1988 മഞ്ഞളാംകുഴി അഹമ്മദ് ഹാജിയായിരുന്നു പ്രസിഡന്റ്. 1995 നാലാം ഭരണസമിതി നിലവിൽ വന്നത്.
CK അബു സാഹിബായിരുന്നു പ്രസിഡന്റ്. 2001-ലും 2005-ലും ബീന സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. തുടർന്ന് 2010-ൽ കക്കാട്ടിൽ സുബൈദയും 2015-ൽ PK ജയറാമും പ്രസിഡന്റായി. 2020 മുതൽ ഉമ്മുക്കുൽസു ചക്കച്ചൻ പ്രസിഡന്റായി തുടരുന്നു. കൃഷി. പഞ്ചായത്തിലെ കാർഷിക വിസ്തൃതി 1960 ഹെക്ടറാണ്. ഇതിൽ 150 ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി ചെയ്യുന്നു. മറ്റു പ്രധാന കൃഷികൾ തെങ്ങ്, കവുങ്ങ്, വാഴ, റബ്ബർ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവയാണ്. ചെറുപുഴയും ചെറുപുഴയിലെ ചൊവ്വാണ ചിറയുമാണ് പ്രധാന ജലസ്രോതസ്. ആരോഗ്യം. പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് പുഴക്കാട്ടിരിയിലുള്ള ഫാമിലി ഹെൽത്ത് സെന്റർ. 1978 ആണ്ടിൽ തെറ്റയിൽ കുടുംബം നൽകിയ ഭൂമിയിലാണ് ആരംഭിച്ചത്. വിവിധ ഘട്ടങ്ങളിൽ പ്രാദേശിക സർക്കാരുകളുടെ സഹകരണത്തോടെ ഫാമിലി ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചു വരുന്നു. ഇതിനു കീഴിൽ 4 സബ് സെന്ററുകളും നിലവിലുണ്ട്. ഫാമിലി ഹെൽത്ത് സെന്ററിന് പുറമെ രാമപുരത്ത് ഹോമിയോ ഡിസ്പെൻസറിയും പനങ്ങാങ്ങരയിൽ ആയുർവേദ ചികിത്സാ കേന്ദ്രവും നിലവിലുണ്ട്. പൊതുമരാമത്ത്. രാമപുരത്തെ ദേശീയപാതയും കോട്ടക്കൽ പെരിന്തൽമണ്ണ സ്റ്റേറ്റ് ഹൈവേയും മാത്രമായിരുന്നു പ്രധാന പാതകൾ. പിന്നീടുണ്ടായ മാറ്റങ്ങൾ ജനകീയാസൂത്രണത്തിന് ശേഷമാണ്. വിദ്യാഭ്യാസം. പുഴക്കാട്ടിരിയുടെ വിദ്യാഭ്യാസ ചരിത്രം ആരംഭിക്കുന്നത് 1905 കട്ടിലശ്ശേരിയിൽ ഓത്തുപള്ളിക്കൂടമായി പ്രവർത്തനമാരംഭിച്ച് 1921 കടുങ്ങപുരത്ത് ലോവർ പ്രൈമറിയായി മാറിയതു മുതലാണ്. തുടർന്ന് 1956 അപ്പർ പ്രൈമറിയായും 1973 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. പഞ്ചായത്തിലെ പ്രധാന പ്രൈമറി വിദ്യാലയങ്ങൾ GUPS പനങ്ങാങ്ങര, GLPS ചൊവ്വാണ, GLPS പലകപ്പറമ്പ്. എയ്ഡഡ് മേഖലയിൽ AMLPS പാതിരമണ്ണ, AMLPS രാമപുരം, AHLPS രാമപുരം, ALPS പനങ്ങാങ്ങര, ALPS പുഴക്കാട്ടിരി. ഉന്നത പഠന മേഖലയിൽ ജെംസ് കോളേജും പുഴക്കാട്ടിരി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. പുഴക്കാട്ടിരിയിലെ ആഘോഷങ്ങൾ. മഞ്ഞളാംകുടി നേർച്ചയും കടുങ്ങപുരം നേർച്ചയും മമ്പുറം തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി വിളക്കും കടുങ്ങപുരത്തെ തേർപൂജയും പ്രധാന ജനകീയ ഉത്സവമാണ്.